അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ നെഹ്റു കുടുംബം കുടുങ്ങും. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇടപാടിൽ പണം കൈപ്പറ്റിയതിന്റെ നിർണായക തെളിവുകൾ ഭാരതത്തിന് ഇറ്റലി കൈമാറി. സോണിയ തന്റെ ഇറ്റാലിയൻ ബന്ധം ഉപയോഗിച്ച് രഹസ്യമാക്കി വെച്ച കോടതി വിധിയുടെ പകർപ്പ് ഇറ്റലി സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയായിരുന്നു. ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയൻ കോടതി 4 പേരെ 2013 ശിക്ഷിച്ചത്. 3600 കോടിയുടെ ഇടപാടിൽ 600 കോടി രൂപ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിനും ഉദ്യോഗസ്ഥർക്കും നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയുടെ സിഇഒയെ ഉൾപ്പെടെ ഇറ്റാലിയൻ കോടതി ശിക്ഷിച്ചത്. എന്നാൽ സോണിയാഗാന്ധി തന്റെ ഇറ്റാലിയൻ ബന്ധം ദുരുപയോഗപ്പെടുത്തി കോടതി വിധി രഹസ്യരേഖയാക്കി മാറ്റി. അടുത്തിടെ G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇറ്റാലിയൻ സന്ദർശനമാണ് കേസിൽ വഴിത്തിരിവാകുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മിലോണി രഹസ്യ വിധിപ്പകർപ്പ് നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബമാണ് ഇടപാട് നടത്തിയതെന്ന് 250 പേജുള്ള വിധിപ്പകർപ്പിൽ പറയുന്നു. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേൽ എന്നിവരുടെ പേര് വിധിപ്പകർപ്പിലുണ്ട്. UPA സർക്കാരിന്റെ കാലത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പറ്റിയും വിധിയിൽ പരാമർശമുണ്ട്. ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ചെയർമാൻ ഗുസപ്പെ ഓർസി വിചാരണ സമയത്ത് തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. നെഹ്റു കുടുംബവുമായി താൻ ഇടപാട് നടത്തിയെന്നാണ് ഗുസപ്പെ കോടതിയിൽ സമ്മതിച്ചത്. ഭാരതത്തിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവർക്ക് സഞ്ചരിക്കാൻ 12 ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ വാങ്ങാൻ 2010 ധാരണയായത്. കരാർ ഒറ്റ കമ്പനിയിലേക്ക് മാത്രം ചുരുങ്ങിയതുമായി ബന്ധപ്പെട്ട് 600 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നാണ് കേസ്. സംഭവം വൻ വിവാദമായതോടെ UPA സർക്കാർ തന്നെ കരാർ റദ്ദാക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ കേന്ദ്ര ഏജൻസികളായ CBIയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് നെഹ്റു കുടുംബത്തിനെതിരായ നിർണായക തെളിവുകൾ സോണിയാഗാന്ധിയുടെ ജന്മനാടായ ഇറ്റലി തന്നെ ഭാരതത്തിന് കൈമാറിയിരിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടന്ന ബൊഫേഴ്സ് അഴിമതിയെ കടത്തിവെട്ടുന്ന ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ നെഹ്റു കുടുംബം ഒന്നടങ്കം കുടുങ്ങുമോ എന്ന ചോദ്യം ഉയരുന്നു. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ, ജനം. ചോദ്യങ്ങൾ പലത് ഉയരുന്നുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും കേട്ടിരുന്ന പല പേരുകളും ഇപ്പോൾ ഈ തെളിവുകളിലൂടെ, ഇറ്റലി ഇപ്പോൾ കൈമാറിയ രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത് പുറത്തു വന്നത്? ഇനി എന്തൊക്കെ അനുരണനങ്ങൾ, ഒരുപക്ഷെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈ വിഷയം ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനും ഒപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസും ചേരുന്നുണ്ട്. ഗൗതം, ഈ രേഖകൾ ഒരുപക്ഷെ ഇറ്റലിയിൽ രഹസ്യ രേഖകളായി മാറിയിരുന്നു. ഇവിടെ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നിൽ എന്ന് വ്യക്തവുമാണ്. ഏത് സാഹചര്യത്തിൽ ഭാരതത്തിന് അത് കൈമാറാൻ ഇറ്റലി തയ്യാറായി? വീണ, ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലേക്ക് നടത്തിയ അദ്ദേഹത്തിന്റെ യാത്രയാണ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് യാത്ര നടത്തിയത്. അതിനിടയിൽ നമുക്കറിയാം, അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി, വിവിധ ലോക നേതാക്കളുമായും ഒപ്പം ഇറ്റാലിയൻ ഭരണകൂടത്തിലെ നിർണായക പദവിയിലിരിക്കുന്ന വ്യക്തികളുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ വൈറലാകുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഈ തവണത്തെ ഇറ്റലി സന്ദർശനം ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ കൂടി ഒരു വലിയ വഴിത്തിരിവ് രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2013 ഈ കേസുമായി ബന്ധപ്പെട്ട് ഇറ്റാലിയിലെ കമ്പനിയായിട്ടുള്ള ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡും രണ്ടാം UPA സർക്കാരിലെ ഉന്നത നേതാക്കന്മാർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ആ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2013 ഇറ്റലിയിലെ ഒരു കോടതി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ CEO, ചെയർമാൻ അടക്കം 4 പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആ കോടതി വിധിയോ അല്ലെങ്കിൽ ആ കേസിന്റെ മറ്റ് ഉള്ളടക്കങ്ങളോ പുറത്തേക്ക് അധികം എത്തിയിരുന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാരണം നേരത്തെ നമ്മൾ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സോണിയാഗാന്ധി നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടലാണ്. സോണിയയുടെ ജന്മദേശം തന്നെ ഇറ്റലിയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 2013 ഈ കോടതി വിധി ഒരു രഹസ്യ രേഖയാക്കി ഇറ്റലി സർക്കാർ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അതിൽ വലിയ ഇടപെടൽ അന്നത്തെ UPAയുടെ ചെയർപേഴ്സണും ഒപ്പം ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ച സോണിയാഗാന്ധി. നമുക്കറിയാം, 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി കസേരയിൽ എങ്കിൽ പോലും BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിരന്തരമായി ആരോപിക്കുന്നത് ഒരു പാവയായ പ്രധാനമന്ത്രി അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രി എന്ന വിമർശനം BJPയും മറ്റും അക്കാലത്ത് ഈ മൻമോഹൻ സിംഗിനെതിരെ ഉയർത്തുകയും കസേരയിൽ
മൻമോഹൻ ആണെങ്കിലും റിമോട്ട് ഉപയോഗിക്കുന്നത് സോണിയയാണ് എന്ന വിമർശനം ഉയർന്നിരുന്ന കാലഘട്ടമാണ്. അതിനാൽ ആ സമയത്ത് സോണിയയ്ക്ക് ഈ രാജ്യത്തുണ്ടായിരുന്ന സ്വാധീനം, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇറ്റാലിയൻ പൗരത്വം, അവർ ജനിച്ചു വളർന്ന അവരുടെ സ്വദേശം എന്നത് ഇറ്റലിയാണ്. അതിനാൽ ആ ഇറ്റലി സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കോടതി വിധി ഒരു രഹസ്യ രേഖയായി ഇതുവരെ കാത്തു സൂക്ഷിച്ചു. അതിനാൽ ഈ കോടതി വിധിയിലുള്ള 250 പേജിനകത്തുള്ള ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഭാരതത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ രേഖകൾ കൈമാറിയതിനു ശേഷം അത് എന്തൊക്കെ തെളിവുകൾ, പല ഘട്ടങ്ങളിലായി സോണിയയുടെ പേര് ഉയർന്നു വന്നിരുന്നു, പിന്നീട് അത് കുഴിച്ചുമൂടപ്പെട്ടു. ഇപ്പോൾ കൈമാറിയ തെളിവുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ, സോണിയയുടേത് ഉൾപ്പെടെ എന്തൊക്കെ തെളിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വീണ, ഇതിൽ ഈ ഒരു 250 പേജുള്ള വിധിപ്പകർപ്പാണ്. ഇതാണ് രഹസ്യ രേഖയായി ഈ ഇറ്റലി സർക്കാരും അതോടൊപ്പം തന്നെ ഈ കോടതിയും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. ഈ 250 പേജുള്ള ഈ വിധിപ്പകർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇറ്റലി സന്ദർശനത്തിനിടയിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച ഒരു ചിത്രം, മുഴുവൻ ആളുകളും അത് ശ്രദ്ധിക്കുകയും ആഗോളതലത്തിൽ തന്നെ വൈറലാകുകയും ഒക്കെ ചെയ്തൊരു ചിത്രം, ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മിലാനിയും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. നമുക്കറിയാം, അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പോലെയുള്ള നവമാധ്യമങ്ങളിലൊക്കെ അത് വളരെ വൈറലാകുന്നു. ഇരു നേതാക്കളും ചേർന്നുള്ള ചിത്രങ്ങളൊക്കെ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അതൊരു വലിയ നയതന്ത്രമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇരു നേതാക്കളും തമ്മിൽ നടത്തിയത്. ആ കൂടിക്കാഴ്ചക്കൊടുവിലാണ് ഈ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ പേരടങ്ങുന്ന, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്ന 250 പേജ് വരുന്ന ഇറ്റലിയിലെ കോടതി, അവിടുത്തെ ഒരു നമ്മുടെ രാജ്യത്തെ ഹൈക്കോടതി പോലെയുള്ള അവിടുത്തെ മിലാനിയ എന്ന പ്രദേശത്തെ കോടതിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത്. ആ കോടതി വിധിപ്പകർപ്പ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ വളരെ ശ്രദ്ധേയം. അതിനകത്താണ് ആ 250 പേജുള്ള വിധിപ്പകർപ്പിൽ 194 പേജിലും 204 പേജിലും സോണിയാഗാന്ധിയുടെ പേര് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സോണിയയുടെ മാത്രമല്ല, ഇതിൽ ഇടപാട് നടത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനമായി ഈ വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബം എന്നുള്ളതാണ്. നമുക്കറിയാം, UPA സർക്കാരിൻ്റെ കാലത്ത് ഈ രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിച്ചിരുന്ന കുടുംബം ഏതാണ് എന്നതിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബവും ആ രാഷ്ട്രീയ കുടുംബത്തെ നയിക്കുന്ന വ്യക്തിയും എന്ന് സ്വാഭാവികമായും നമുക്കത് സോണിയാഗാന്ധിയാണ് എന്നതിലേക്ക് കൃത്യമായി എത്താം. മാത്രമല്ല, ഈ 193-ാമത്തെയും 204-ാമത്തെയും പേജിൽ സോണിയാഗാന്ധിയുടെ പേര് തന്നെ എഴുതി ചേർത്തിരിക്കുന്നു ഈ വിധിപ്രസ്താവത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ഗൗരവമായുള്ള ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കിത് ഇതിന്റെ പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഐസണിലേക്ക് കൂടി ഒന്ന് പോകാം. ഐസൺ, ഇതിപ്പോൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് 2 പേജുകളിൽ കൃത്യമായി സോണിയയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള തെളിവുകളാണ് ഇറ്റലി കൈമാറിയിരിക്കുന്നത്. നേരത്തെ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ അറസ്റ്റോടുകൂടി ഒരു പക്ഷേ കുഴിച്ചുമൂടപ്പെട്ടു പോയ ഒരു, അല്ലെങ്കിൽ വിസ്മൃതിയിലായി പോയൊരു കേസ് എന്ന രീതിയിൽ ആണ് നമ്മൾ ഇതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. പക്ഷേ നമുക്കറിയാം 3600 കോടിയുടെ ഒരു പക്ഷേ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ബൊഫോഴ്സിനെയൊക്കെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപാടാണ് അന്ന് റദ്ദാക്കപ്പെട്ടത്. ഇപ്പോൾ ഈ പേരുകൾ ഉയർന്നു വരുമ്പോൾ ഇനി എന്താകാം ഈ കേസിന്റെ ഭാവി മുന്നോട്ടുള്ളത്? മാത്രമല്ല, കോൺഗ്രസിന് എത്രത്തോളം വെല്ലുവിളിയാണ്? വീണ, തീർച്ചയായും ഈ കേസിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിയമ നടപടികളുടെ വിഷയമുണ്ട്, അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ചില സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഇത് പാർലമെൻറ്റിലും പുറത്തും ജനങ്ങളോടുമെല്ലാം നേരിടേണ്ട ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകും. ഇതിൽ പ്രധാനമായൊരു കാര്യം നമുക്കറിയാവുന്നതാണ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ അഴിമതിയുടെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തതിനാൽ ഈ കരാർ റദ്ദാക്കപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. സ്വാഭാവികമായും ആ കരാർ റദ്ദാക്കപ്പെട്ടതോടെ നിലവിലുണ്ടായിരിക്കുന്നത് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക, അത്തരത്തിലൊരു വിഷയം ഉണ്ടാകാതിരിക്കുകയും ഒരു അഴിമതിയുടെ സാധ്യത, അതായത് സർക്കാരിന് ധനനഷ്ടമുണ്ടാകുന്ന ഒരു ഇടപാടാണ് അഴിമതി എന്നത് വ്യക്തമാക്കിയതിന് ശേഷം വ്യക്തമാകുമ്പോഴാണ് അതൊരു വിജിലൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിമതി നിരോധന നിയമങ്ങളുടെ പരിധിയിലെത്തുന്ന ഒരു കേസായി മാറുന്നത്. സ്വാഭാവികമായും അത്തരമൊരു സംഭവം ഉണ്ടായില്ല എന്നൊരു പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേ ഓഫുകളെല്ലാം തന്നെ മാഞ്ഞു പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കന്മാർ, അഹമ്മദ് പട്ടേലിൻ്റെയൊക്കെ പേരുകൾ ഇതിലുണ്ട്. അതായത് 193 204 പേജുകളിൽ 225 പേജുകളുടെ വിധിന്യായത്തിൽ ഇതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ആ കോടതിയുടെ കൂടി പ്രത്യേകത പരിഗണിക്കേണ്ടതുണ്ട്. ഭാരതത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരപരിധിയുള്ള, അതായത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും സമാനമായ, ഹൈക്കോടതിക്ക് സമാനമായ ഒരു കോടതിയാണ് മിലാൻ കോർട്ട് ഓഫ് അപ്പീൽസ് എന്ന് പറയുന്നത്. മിലാൻ കോർട്ട് ഓഫ് അപ്പീൽസിൻ്റെ വിധിന്യായത്തിൽ ഈ പേരുകൾ പരാമർശിക്കുമ്പോൾ സ്വാഭാവികമായും ആ പേ ഓഫുകൾ സംബന്ധിച്ച്, അത് ഏത് രീതിയിലാണ് പണം നൽകിയത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യത
ആ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാത്രമാണ് അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ടുകളിൽ ഈ പേരുകൾ വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കോടതി വിധി പരിശോധിക്കുമ്പോൾ കോടതി വിധിയുടെ അവസാന പേജുകളിലേക്ക് എത്തുമ്പോൾ അത് ഒരു ഓപ്പറേഷണൽ പാർട്ട്, അതായത് എന്താണോ കണ്ടെത്തിയിരിക്കുന്നത് ആ കണ്ടെത്തിയിരിക്കുന്നതിന് മേലുള്ള നടപടികൾ എന്ത് എന്നത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമായിരിക്കും. അതായത് ആർഗ്യുമെൻറ്റുകളെ സാധൂകരിക്കുന്ന ഘടകത്തിലല്ലാതെ അവസാന ഘട്ടത്തിൽ ജഡ്ജ്മെൻറ്റിൽ ഈ വിവരങ്ങൾ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കൃത്യമായും ഇൻവോൾവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാന വിഷയം ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഈ പേ ഓഫുകളെല്ലാം ഭാരതത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭാരതത്തിലല്ലാതെ നമുക്കറിയാവുന്നതാണ് സ്വിസ് ബാങ്ക് അതുപോലുള്ള പല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവൻസ് ഒക്കെയുണ്ട്. ഈ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ചില പ്രദേശങ്ങളിലാണോ ഈ പണം എത്തിപ്പെട്ടത് എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണമാണ് ഇനി ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഇത്തരത്തിൽ പണം നൽകിയെന്ന് ഓർസി ഉൾപ്പെടെ, അതായത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ പാരൻറ്റ് കമ്പനിയായ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്ന ഫിൻമെക്കാനിക്കയുടെ ചെയർമാൻ ഉൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ പണം നൽകിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ ഒരു കൃത്യമായ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് പോയിരിക്കുക മറ്റ് രാജ്യങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ എന്തെങ്കിലും സമാനമായ സംവിധാനങ്ങളിലേക്ക് എത്തിയിരിക്കാം. സ്വാഭാവികമായും ഈ വിധിന്യായത്തിൽ ഈ പേരുകൾ വരുമ്പോൾ അവിടെ കൃത്യമായ ജൂറിസ്ഡിക്ഷൻസ് ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായ നിയമവിഷയം. അതായത് എൻഫോഴ്സ്മെൻറ്റിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഈ പണം വാങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള പ്രിവിലേജാണ്, ഇപ്പോൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ഇടപാടുമായി പണം വാങ്ങി മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടത്തിയോ എന്ന സംഭവങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാവുന്ന ഒരു പശ്ചാത്തലം കൂടി വരുമ്പോൾ തീർച്ചയായും അത് CBIയുടെ ജൂറിസ്ഡിക്ഷനിലും വരും. അത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് ഈ വിഷയം വന്നെത്തുന്നു എന്നതാണ് മിലാൻ കോർട്ട് ഓഫ് അപ്പീൽസിൻ്റെ വിധി പകർപ്പ് ലഭ്യമാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടന്ന കൂടിക്കാഴ്ചയിലും തുടർ ചർച്ചകളിലും നേരത്തെ നടന്ന ചർച്ചകളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന്, ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത്, ഇൻ്റലിജൻസ് വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ് അത്രയും ആധികാരികമായ രേഖകളായിരിക്കില്ല, എന്നാൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായും ഈ ജഡ്ജ്മെൻറ്റ് വന്നു, കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. ആ ജഡ്ജ്മെൻറ്റ് ഉന്നതമായൊരു കോടതി പരിഗണിച്ച ശേഷം വന്ന ജഡ്ജ്മെൻറ്റ് പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിദേശകാര്യ മന്ത്രാലയവും അതുപോലുള്ള അന്വേഷണ ഏജൻസികൾക്കും ഇതിൻ്റെ അടിസ്ഥാന രേഖകൾ, പേ ഓഫ് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ റിക്കവർ ചെയ്യുന്നതിനുള്ള ഒരു ജൂറിസ്ഡിക്ഷനിലേക്ക് കാര്യങ്ങൾ പോകും. സ്വാഭാവികമായും അത്തരത്തിലൊരു ജൂറിസ്ഡിക്ഷനിലേക്ക് കാര്യങ്ങൾ ചെല്ലുമ്പോൾ ഈ അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ കണ്ടതുപോലെ ആയിരിക്കില്ല, മറിച്ച് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ നിന്നും സ്വീകരിച്ച പണം മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക്, അത് ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുടെ പ്രിവിലേജ് അവർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് ആ പണം ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഹവാല ഇടപാടായി പോലും ഭാരതത്തിലേക്ക് വന്നിരിക്കാം. അത്തരത്തിൽ സങ്കീർണതകൾ ഏറെ ഉണ്ടാകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം കൂടി പരിശോധിക്കുമ്പോഴാണ് പ്രശ്നത്തിൻ്റെ ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് അന്വേഷണത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ പുതിയൊരു കേസോ അല്ലെങ്കിൽ നിലവിലുള്ള കേസിന് മറ്റൊരു ഡയമെൻഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വാസ്തവം. രാഷ്ട്രീയമായി ഇനി ഇതിനെങ്ങനെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക, കൂടുതൽ തിരിച്ചടികൾ കോൺഗ്രസിനുണ്ടാവുക? തീർച്ചയായും രാഷ്ട്രീയമായി വൻ തിരിച്ചടികൾ ഇത് കോൺഗ്രസിനെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ രേഖകൾ ലഭ്യമായിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിക്കപ്പെടാം. അതുപോലെ തന്നെ ഈ രേഖകൾ ഭാരതത്തിൻ്റെ ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമുക്കറിയാവുന്നതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം സംബന്ധിച്ച രേഖകൾ ക്ലാസിഫൈ ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കുണ്ട്. അത്തരത്തിൽ അത് ഭാരതത്തിൻ്റെ രേഖ, അതായത് പബ്ലിക് ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാവുന്ന ഒരു രേഖയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതൊരു പൗരനും, നമുക്ക് ആർക്കും ഒരു വിവരാവകാശ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ സംഘടിപ്പിക്കാവുന്നതും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവം നടന്നു എന്ന് കോടതിയെ സമീപിക്കാൻ ഒരു പൗരൻ മുതൽ അന്വേഷണ ഏജൻസികൾക്ക് വരെ സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു രാഷ്ട്രീയമായൊരു നീക്കം പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വലിയ ആഘാതത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ഏത് രീതിയിൽ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കാൻ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരിനും സാധിച്ചു എന്നത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് അതീവ ഗൗരവതരമായ ചില പശ്ചാത്തലങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്.